എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു കാരമൽ ചീസ് പുഡിംഗ് ആണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിംഗ് ആണ്. അതുപോലെ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതിൽ ആവശ്യമുള്ളൂ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പുഡിങ് എല്ലാവരും ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു. ഇന്ന് നമുക്ക് ക്രീം ചീസ് വെച്ചിട്ടാണ് കാരമൽ പുഡിങ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. കാരമലൈസ് ചെയ്യാൻ വേണ്ടി ഞാനൊരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് ഷുഗറാണ് ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർക്കാം. ഇനിയാണ് കാരമലൈസ് ചെയ്യേണ്ടത്. ഫ്ലെയിമൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗോൾഡൻ കളർ ആവുന്നവരെയാണ് കാരമലൈസ് ചെയ്തെടുക്കേണ്ടത്. ഞാനത് ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് പുഡിംഗ് ട്രേയിലേക്കാണ് ഈ ഒരു കാരമലൈസ്ഡ് സിറപ്പ് ചേർക്കേണ്ടത്. അതിനുശേഷം ട്രേയിലേക്ക് എല്ലാ ഭാഗത്തേക്കും കാരമൽ സിറപ്പ് ആവുന്നവരെ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഇത് കംപ്ലീറ്റും കാരമൽ സിറപ്പും എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്രീം ചീസ് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. ഞാനിവിടെ ഇപ്പോൾ 200 ഗ്രാമിൻ്റെ ക്രീം ചീസാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഈ ക്രീം ചീസിലേക്ക് മധുരത്തിന് ആവശ്യമായ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. മധുരത്തിൽ ഞാനിവിടെ ചേർക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഒരു 1/2 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അങ്ങനെന്താ കണ്ടൻസ്ഡ് മിൽക്കും ക്രീം ചീസും നമ്മളൊരു ബൗളിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു വിസ്ക് ഉപയോഗിച്ച് നന്നായൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. ഞാനിപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ടാണ് ഇത് സോഫ്റ്റ് ആക്കി എടുക്കുന്നത്. ക്രീം ചീസും അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്കും നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ടയാണ് ചേർക്കേണ്ടത്. ആദ്യം നമുക്ക് ഫുള്ളായിട്ടുള്ള ഒരു എഗ്ഗ് ചേർക്കാം. അതിനുശേഷം ഇത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി നമുക്ക് മുട്ടയുടെ യോക്കാണ് ചേർക്കേണ്ടത്. നമുക്കൊരു 3 യോക്ക് ഇതിലേക്ക് ചേർക്കാം. 1 by 1 ആയിട്ട് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് രണ്ടാമത്തെ യോക്കും ചേർക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി നമുക്കിത് മൂന്നാമത്തെ യോക്കും കൂടി ചേർക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വാനില എസൻസ് ആണ് ചേർക്കേണ്ടത്. 1 ടീസ്പൂൺ വാനില എസൻസ് ഇതിലേക്ക് ചേർക്കാം. 1 ടീസ്പൂണാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇതിലേക്ക് ചേർക്കേണ്ടത് 1 നുള്ളു ഉപ്പാണ്. ഇനി നമുക്കിതിലേക്ക് ഫുൾ ക്രീം മിൽക്കാണ് ചേർക്കുന്നത്. ഇത് ഞാൻ 1 കപ്പാണ് ചേർക്കുന്നത്. എൻ്റെ ഒരു കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്. ഇനി നന്നായി ഒന്നും കൂടി ഒന്ന് വിസ്ക് വെച്ചൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അതിനകത്ത് ക്രീം ചീസും മിൽക്കും മുട്ടയും എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ വിസ്ക് വെച്ച് തന്നെ കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നേരത്തെ കാരമലൈസ് ചെയ്ത പാത്രത്തിലേക്കാണ് ചേർക്കേണ്ടത്. ഒന്ന് അരിച്ചൊഴിക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ് കിട്ടുക. അങ്ങനെ എന്താ നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പുഡിംഗ് ട്രേയിലേക്ക് ഒഴിക്കാം.
അത് നമുക്കൊരു അരിപ്പയിലൂടെയാണ് ഇത് അരിച്ചൊഴിക്കേണ്ടത്. നമ്മൾ പുഡിംഗ് മിക്സ് എല്ലാം പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊരു അലുമിനിയം ഫോയിൽ വെച്ചാണ് കവർ ചെയ്യുന്നത്. അതിന് ശേഷം നമുക്കതൊരു 40 തൊട്ട് 45 മിനിറ്റ് വരെ നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഓവനിൽ വെച്ചിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി സ്റ്റീം ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാനിപ്പോൾ ഇത് സ്റ്റീമറിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. സ്റ്റീം ചെയ്യുമ്പോൾ എയർ ബബിൾസ് കടന്നു പോകാനായിട്ട് 2-3 ഹോൾ എടുത്ത് വയ്ക്കുന്നുണ്ട്. അതിൻ്റെ സ്റ്റീമറിൻ്റെ തട്ടിലേക്ക് നമുക്ക് പുഡിംഗ് ട്രേ ഇറക്കി വയ്ക്കാം. ഇനി നമുക്കിത് സ്റ്റീമറിൽ വെച്ച് 40 തൊട്ട് 45 മിനിറ്റ് വരെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇനി നമുക്കിത് സ്റ്റീമറിലേക്ക് ഇറക്കി വയ്ക്കാം. സ്റ്റീമറിൽ 1.5 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് സ്റ്റീമൊക്കെ വരാൻ തുടങ്ങിയ ശേഷമാണ് ഞാനിതിപ്പോൾ സ്റ്റീമറിലേക്ക് ഇറക്കി വയ്ക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ ഇത് സ്റ്റീം ചെയ്തെടുക്കുന്നത്. 45 മിനിറ്റ്സ് കഴിഞ്ഞ ശേഷം ഒരു 30 മിനിറ്റ്സ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. അതിനുശേഷം ഒരു ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുത്തി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ളത് വെന്ത് കിട്ടിയോ എന്നുള്ളത് അറിയാൻ പറ്റും. നല്ല ക്ലിയർ ആയിട്ട് തന്നെ ടൂത്ത് പിക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് 4 മണിക്കൂറാണ് തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കേണ്ടത്. ഇനി നമുക്കത് കവർ ചെയ്ത ശേഷം ഫ്രിഡ്ജിൽ വെക്കേണ്ടത് ഒരു 4 തൊട്ട് 5 മണിക്കൂർ വരെ നമുക്കത് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫ്രീസറിലല്ല, താഴത്തെ തട്ടിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് ഈ പുഡിങ്ങിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റൊക്കെ കിട്ടുന്നത്. ഇനി തണുക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനത് 5 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്നും എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമുക്കൊരു ബട്ടർ നൈഫ് വെച്ച ശേഷം സൈഡെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷമാണ് അൺമോൾഡ് ചെയ്യേണ്ടത്. നല്ല സോഫ്റ്റ് പുഡിംഗ് ആയതുകൊണ്ട് തന്നെ കെയർഫുള്ളായിട്ട് വേണം സൈഡെല്ലാം ബട്ടർ നൈഫ് കൊണ്ട് വിടിയിച്ചെടുക്കാൻ. അങ്ങനെ നൈഫൊക്കെ വെച്ച് ഇളക്കി വെച്ചിട്ടുണ്ട്. സൈഡെല്ലാം വിടിയിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് അൺമോൾഡ് ചെയ്യാം. അങ്ങനെ അൺമോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാരമൽ പുഡിംഗ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. വായിലിട്ട് അലിഞ്ഞു പോകുന്ന ഈ ഒരു പുഡിങ് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.